പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഹിസ്റ്ററിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് മുദ്രകളും മുദ്രവെക്കലും എന്നുള്ള ആ ഒരു സീൽ ആൻഡ് സീലിങ്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഹാരപ്പൻ ജനതയുടെ ഏറ്റവും വലിയ മഹത്തായ കലാസൃഷ്ടികളിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇത് അവരുടെ മുദ്രകൾ എന്ന് പറയുന്നത്. കൃഷി, മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മതവിശ്വാസങ്ങൾ, കലകൾ, ദൂരദേശ വ്യാപാരം എന്നിവയെക്കുറിച്ചിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്നത് ഈ മുദ്രകളിൽ നിന്നാണ്. സീൽ ആൻഡ് സീലിംഗ് വെയർ യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസ്. ദീർഘദൂര വിനിമയത്തിന് വേണ്ടിയിട്ടായിരുന്നു ആരുപയോഗിച്ചിരുന്നത് ഈ സീലുകൾ ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത്. അതുപോലെ when a bag of goods was sent from one place to another, its mouth was tied with a rope. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അഥവാ ദീർഘദൂര വിനിമയത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പ്രദേശങ്ങളിലേക്ക് ഈ സാധനങ്ങൾ അയക്കുന്ന സമയത്ത് ഇതിൻ്റെ വായകൾ മൂടിക്കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ സീലടിച്ചിട്ട് ആയിരുന്നു അവർ വിട്ടിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാർസലോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ചില ഈ പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മുകളിൽ കാണാൻ നല്ല ഇതായിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചുവപ്പ് കളറിലൊരു സാധനം വെച്ചിട്ടുണ്ടാവും പൊട്ടിക്കാൻ പറ്റാതിരിക്കാൻ. അതുപോലെ തന്നെയായിരുന്നു ഹാരപ്പൻ മുദ്രകളുടെ ഈ സീലുകൾ. മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കുന്ന സമയത്ത് ചരക്കുകളുടെ വായ്ഭാഗം മൂടി കെട്ടിയിട്ട് കളിമണ്ണ് കൊണ്ട് ഉറപ്പിക്കുകയും അതുപോലെ തന്നെ അതിൽ ഈ സീലുകൾ വയ്ക്കുകയുമായിരുന്നു അവരുടെ പതിവ്. Then, if the pack reached with its sealing intact, it means that it had not been tampered with. ഹാരപ്പൻ ലിപിയെക്കുറിച്ചുള്ള അറിവിൻ്റെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ഈ സീലിങ്സ് ആണ്. അതുപോലെ തന്നെ ദ സീലിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് സെൻറ്റർ. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആരാണോ ഇത് അയക്കുന്നത് ആ അയക്കുന്ന ആളെ കുറിച്ചിട്ട് അറിയാനും വേണ്ടിയിട്ടായിരുന്നു ഏതുപയോഗിച്ചിരുന്നത്? ഈ സീലുകൾ അഥവാ മുദ്രകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുദ്രകളിൽ ഇങ്ങനെ മുദ്രകൾ പതിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സാധനത്തിന് കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് ഒരു കേടുപാടും അല്ലെങ്കിൽ അതിനൊരു തകരാറുകളും സംഭവിക്കാതെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അതിൽ ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സീലുകൾ വെക്കുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പരീക്ഷയിലേക്കൊക്കെ നമുക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണ്, PSC പോലുള്ള എക്സാമുകൾ എഴുതാൻ പോകുന്ന സമയത്ത് നമ്മളടുത്ത് അവർ ചോദിക്കും എന്താണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് പൊട്ടിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സീലുകൾ വെച്ചിട്ട്. അപ്പോൾ സീലുകൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെന്തോ ഇവിടെയോ ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ സീലുകൾ, ഈ മുദ്രകൾ അവർ അതിൻ്റെ മുകളിൽ പതിപ്പിക്കുന്നത്. അതാണ് ഹാരപ്പൻ ജനതയുടെ മുദ്രകൾ. ചിത്രലിപികളുടെ ചിഹ്നങ്ങളും ഒക്കെയാണ് മുദ്രലിപികളിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം കുറക്കുന്നതിനും വീട് മോട് പിടിപ്പിക്കുന്നതിനും ഒക്കെ അലങ്കാര വസ്തുവായിട്ടും മുദ്രകൾ അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ രക്ഷകളായിട്ടും മുദ്രകൾ ഉപയോഗിച്ചിട്ടും മഹത്തായ കലാസൃഷ്ടികൾ. ഹാരപ്പൻ ലിപിയെക്കുറിച്ചുള്ള അറിവിൻ്റെ മുഖ്യ ഉറവിടം തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഈ ലിപി അല്ലെങ്കിൽ ഈ മുദ്രകൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും വെണ്ണക്കല്ലുകൊണ്ടായിരുന്നു ഈ മുദ്രലിപികൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000-ലേറെ മുദ്രകൾ ഉണ്ടായിരുന്നു. ഏകദേശം 2000-ലേറെ ഈ മുദ്രകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതേപോലെയുള്ള ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള മുദ്രകളായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹാരപ്പൻ ലിപി, ഒരു നിഗൂഢ ലിപി, ഹാരപ്പൻ സ്ക്രിപ്റ്റ്സ്, എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്സ് എന്നാണ്. ഇനി ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപി
ഇതുവരെ ആർക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഹാരപ്പൻസ് ഇൻവെൻറ്റഡ് ദ റൈറ്റിംഗ്. ദ സ്ക്രിപ്റ്റ് വാസ് മെയിൻലി ഫൗണ്ടഡ് ഓൺ സീൽ. ഹാരപ്പൻ ജനതയ്ക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഹാരപ്പൻ ലിപിയെ നമുക്ക് മുഖ്യമായിട്ടും അറിവ് ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഫൗണ്ടഡ് ഓൺ സീൽസ്, മുദ്രകളിൽ നിന്നാണ്. ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ടഡ് ഇൻ വെറൈറ്റി ഒബ്ജക്ട്സ്. ഹാരപ്പൻ ലിപിയിൽ എന്ന് പറയുന്നത് ഒരുപാട് പല രീതിയിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഹാരപ്പൻ സീൽസ് യൂഷ്വലി ഹാവ് എ ലൈൻ ഓഫ് റൈറ്റിംഗ്. ഹാരപ്പൻ മുദ്രകൾ സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒറ്റ വരി എഴുത്താണ് ഉള്ളത്. അത് സീൽസ് ഹാഡ് ദ നെയിം ആൻഡ് എ ടൈറ്റിൽ ഓഫ് എ ഓണർ. ഇതിൻ്റെ ഉടമസ്ഥരെയോ അല്ലെങ്കിൽ സ്ഥാനപ്പേരോ ആയിരിക്കും ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. The seal had a motify which convey meaning to those who could not read. അപ്പോൾ ഒരിക്കൽ പോലും നമുക്ക് ഇതിൽ ഉള്ള അത് വായിച്ചെടുക്കാൻ, ഈ മുദ്രകൾ ഇത് വായിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ ഒരു ചിഹ്നങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇതായിരുന്നു ഈ എഴുത്ത് ലിപിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതുപോലെ still have went to convey the identity of the sender and to facilitate long distance communications. ഇത് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ ദൂരദേശങ്ങളിലേക്കുള്ള ഈ സാധനങ്ങൾ കൊടുക്കുന്നതിലേക്ക്. അപ്പോൾ അതാരാണോ എത്തിപ്പെടേണ്ട ആൾ, അവരുടെ സെൻറ്റർ നെയിമാണ് അവരതിൽ ഉപയോഗിച്ചിരുന്നത്. The script was not alphabetical as it is as too many signs somewhere between copper tools for jars, coppers and terracotta tablets, jewelries, bonds, roads and an ancient signboards. ഇതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ലിപി എഴുത്ത് കാണപ്പെടുന്നത് മുദ്രകൾ, അതുപോലെ തന്നെ ചെമ്പ് ഉപകരണങ്ങൾ, അതേപോലെ ഈ ടെറാക്കോട്ട അവരുടെ വിശ്വാസങ്ങളിൽ ഒന്നാണ് ഈ ഫലകങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ അസ്ഥികൾ, അങ്ങനെയുള്ള പല രീതികളിലും ആയിരുന്നു അവർ ഈ കൊത്തിവെച്ച രൂപത്തിലായിരുന്നു അവരുടെ ലിപികൾ കണ്ടിരുന്നത്. ഇങ്ങനെയുള്ള പുരാതനമായിട്ടുള്ള ചൂണ്ടുപലകകൾ തുടങ്ങിയ പലതരം വസ്തുക്കളിലാണ് ഈ ലിപി നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ നശിച്ചു പോകുന്ന വസ്തുക്കളിലും അവ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ ലിപിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? നിഗൂഢ ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ വെറൈറ്റി ഓബ്ജക്ട്സ് ലൈക്സ് കോപ്പർ ടൂൾസ്, റിംസ് ഓഫ് ജാർസ്, കോപ്പർ ആൻഡ് ടെറാക്കോട്ട ടാബ്ലറ്റ്സ്, ജ്വല്ലറി, ബോൺസ്, റോഡ്സ് and even an ancient signboards. It may also have been written as perishable materials. The Harappan script is called an enigmatic script. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് ഹാരപ്പൻ ലിപിയെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു നിഗൂഢ ലിപി എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നത്. കാരണം ഇത് ഇത്രയും ആയിട്ട് ഹാരപ്പൻ ഇൻസ്ക്രിപ്ഷൻസ് ആർ ഷോർട്ട്, അതുപോലെ തന്നെ നോട്ട് ആൽഫബറ്റിക് ആൻഡ് റിട്ടൺ റൈറ്റ്. ഇതുവരെ ആർക്കും അതെന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതുപോലെ തന്നെ വായിക്കാനറിയാത്തവർക്ക് ഈ ലിപി ഏതിൻ്റെ രൂപത്തിലും കൂടെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു? മൃഗരൂപത്തിലും കൂടെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം മെനി സൈൻസ് വെർ യൂസ്ഡ് ആൻഡ് ദേ വെർ അറൗണ്ട് 375 to 400 ഇൻ നമ്പേഴ്സ്. അപ്പം ഇത്രയായിരുന്നു 375 മുതൽ 400 ചിഹ്നങ്ങൾ വരെ ആയിരുന്നു ഹാരപ്പൻ ലിപിയിൽ ഉണ്ടായിരുന്നത്. ഇതിലെ ഏറ്റവും നീണ്ട ലിപി എന്ന് പറയുന്നത് 26 ചിഹ്നങ്ങൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹരപ്പനിൽ ധാരാളം ചിഹ്നങ്ങളും അടയാളങ്ങളും ഉണ്ടെങ്കിൽ മിക്ക ലിഖിതങ്ങളും എന്തായിരുന്നു? വളരെ ചെറുതായിരുന്നു. പക്ഷേ ഏകദേശം 26 ചിഹ്നങ്ങൾ മാത്രമായിരുന്നു ഏറ്റവും നീളം കൂടിയിട്ടുള്ളത്. ദ സ്ക്രിപ്റ്റ് സ്റ്റിൽ റിമൈൻസ് എ അൺപ്രിസിഡൻറ്റ് ടു ഡേറ്റ്.
അപ്പോൾ ഇതിൽ ഹാരപ്പൻ ലിഖിതകൾ എന്ന് പറയുന്നത് ധാരാളം ചിഹ്നങ്ങളും അടയാളങ്ങളും ആണ്. അതുപോലെ തന്നെ ഹാരപ്പൻ ലിപി എന്ന് പറയുന്നത് ഏതായിരുന്നു, ഒരു ചിത്രലിപിയാണെന്നായിരുന്നു പുറമേയുള്ള പൊതുവെയുള്ള ഒരു ധാരണ. അതുപോലെ ഹാരപ്പൻ സ്ക്രിപ്റ്റ് വാസ് എ പിക്ചോഗ്രാഫിക് നോട്ട് ആൻഡ് ആൽഫബറ്റിക്. നമുക്കറിയാം അതെന്തല്ല, എഴുത്തല്ല, ഒരു ആൽഫബറ്റിക് അല്ല, എങ്ങനെയുള്ളായിരുന്നു, ഒരു ചിത്രലിപിയാണ്. അതുപോലെ തന്നെ ഹാരപ്പൻ ലിപീസ് റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. എങ്ങനെയാണ് എഴുതിയിരുന്നത്, വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത്. നമ്മൾ അറബിയൊക്കെ എഴുതുന്നത് പോലെയായിരുന്നു ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത്. എവിടെ നിന്നായിരുന്നു, വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തൂക്കങ്ങൾ അഥവാ വെയ്റ്റ്സ് എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്. The exchange were regulated by a precise system of weights usually made of a stone called a chart, kind of a stone generally cubic with a no marketing. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, കൈമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഹാരപ്പൻ ജനത എന്തു വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, തൂക്കക്കട്ടികളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. വ്യാപാരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തീക്കല്ല് പോലെയുള്ള ചെർട്ട് സ്റ്റോൺസ്, തീക്കല്ല് കൊണ്ടാണ് ഈ തൂക്കക്കട്ടികൾ അവർ നിർമ്മിച്ചിരുന്നത്. ഇതിന് എന്തായിരുന്നു, ഈ തൂക്കക്കട്ടികളുടെ പ്രത്യേകതകൾ, ചുണ്ണാമ്പ് കല്ല് അതുപോലെ തന്നെ വെണ്ണക്കല്ല് എന്നിവയൊക്കെ ആയിട്ടായിരുന്നു അവർ എന്തുപയോഗിച്ചിരുന്നത്, തൂക്കക്കട്ടികളുടെ നിർമ്മാണത്തിന് അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിൽ ഈ തൂക്കക്കട്ടികൾക്ക് പൊതുവെ എന്തിൻ്റെ ആകൃതിയാണ് ഉണ്ടായിരുന്നത്, ഷേപ്പ് ജനറലി ക്യൂബിക്കൽ വിത്ത് നോ മാർക്കിങ്സ്. ക്യൂബിൻ്റെ ആകൃതിയായിരുന്നു തൂക്കക്കട്ടികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലെന്തായിരുന്നു, അടയാളങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ആകൃതി മാത്രമേ ഉണ്ടായിരുന്നു. ദ ലോവർ ഡിനോമിനേറ്റ്സ് ഓഫ് എ വെയ്റ്റ് വെയർ ബൈനറി 1, 2, 4, 8, 16 and 32. അപ്പോൾ ഈ തൂക്കങ്ങളുടെ ഇത് എന്നത് പറയുന്നത് ഓരോന്നും ഇരട്ടിച്ചിട്ടായിരുന്നു പോയിരുന്നത്. 1, 2, 4. അപ്പോൾ അതെന്ന് വെച്ചാൽ 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 8 അങ്ങനെ ഇരട്ടി ആയിട്ടാണ് ഏതിൻ്റെ ഈ കണക്കുകൾ പോയിരുന്നത്. ദ ഹയർ ഡിനോമിനേഷൻസ് ഫോളോഡ് ദ ഡെസിമൽ സിസ്റ്റം. അപ്പോൾ ഉയർന്ന യൂണിറ്റിന് അവർ എന്ത് സമ്പ്രദായമായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ദശാംശ സമ്പ്രദായമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്, വെയ്റ്റ്സ് എന്ന് പറയുന്ന തൂക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ തൂക്കക്കട്ടികളെ ആഭരണങ്ങളുടെയോ അല്ലെങ്കിൽ കൺമണികളുടെയോ ഒക്കെ തൂക്കം നോക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ അവർക്ക് എന്തും കൂടെ ഉണ്ടായിരുന്നു, ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തുലാസുകളും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. ദ സ്മാളർ വെയ്റ്റ്സ് വെയർ പ്രോബബ്ലി used for weighing jewelry and beads. Metal seals pans have also been founded. ഇത്രയും ഭാഗമാണ് ഈ വെയ്റ്റ്സ് എന്നുള്ളതിൽ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഇനി അടുത്തതിൽ കാണാം. ഓക്കെ, താങ്ക് യു.